Hi all, I am Safa, your English teacher, and today we are going to begin a new paper called Fiction. ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ആൻഡ് അതിലുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് ഇൻട്രൊഡ്യൂസിങ് ഫിക്ഷൻ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഓക്കെ, ലെറ്റ്സ് ലുക്ക്. എന്താണ് ഫിക്ഷൻ? വാട്ട് ഈസ് ഫിക്ഷൻ? ഫിക്ഷൻ ഈസ് എൻ ഇമാജിനേറ്റീവ് റൈറ്റിംഗ് അല്ലേ? അതായത് ഒരു ഓതർ അല്ലെങ്കിൽ ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ നിന്ന് എഴുത്തെഴുതിയ റൈറ്റിംഗ്സാണ്, എഴുത്തുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്ഷൻ എന്ന് പറയുന്നത്. അത് മേ ബി എന്താണ്, അദ്ദേഹമായിട്ട് ഹ്യൂമൻ ലൈഫിൻ്റെയും എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഇമാജിനേഷനിൽ നിന്നും എടുത്തെഴുതിയ റൈറ്റിംഗ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഒരു ഫിക്ഷനിൽ പെട്ടതാണ് നോവൽ എന്ന് പറയുന്നത്. എന്താണ് നോവൽ? നോവൽ ഈസ് എ ലോങ് ഫിക്ഷണൽ സ്റ്റോറി. അതായത് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, അത് വളരെ പ്രോസ് രൂപത്തിൽ എഴുതിയ ഒരു ലോങ് ഫിക്ഷണൽ സ്റ്റോറിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നോവൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഈ നോവൽ എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള നോവസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തത്? വന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു നോവൽ ആളുകൾക്കിടയിൽ പോപ്പുലറായിട്ട് മാറിയത് 18th സെഞ്ചുറിയിലായിരുന്നു. ഈ 18th സെഞ്ചുറിയിൽ പ്രിന്റിംഗ് പ്രസ്സൊക്കെ വന്നു, ആളുകൾക്ക് എഡ്യൂക്കേഷൻ നേടാൻ തുടങ്ങി, റൈറ്റേഴ്സ് കൂടുതലായിട്ട് ഓർഡിനറി പീപ്പിളിൻ്റെ ലൈഫിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കഥകൾ എഴുതാൻ തുടങ്ങി, നോവലുകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ആളുകൾക്കിടയിൽ, റീഡേഴ്സിൻ്റെ ഇടയിൽ നോവൽ എന്ത് ചെയ്തത്? പോപ്പുലറായിട്ട് മാറിയത്. ഓക്കെ, ഒരു നോവലിലൂടെ നമുക്കൊരു സൊസൈറ്റിയെ പറ്റി, അതിലെ ക്യാരക്ടേഴ്സ്, അവരുടെ കൾച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു നോവലിലൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഒരു നോവല് അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് മാറണമെങ്കിൽ, ഒരു വർക്കായിട്ട് മാറണമെങ്കിൽ അതിന് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ആ ഒരു എലമെന്റ്സ് ഒക്കെ കൂടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു നോവല് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിൽ പെട്ടതാണ് എന്തൊക്കെ? സെറ്റിങ്സ്, പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, തീം, ടോണ്, നറേറ്റീവ് സ്റ്റൈൽ. അപ്പോൾ ഇതൊക്കെ കൂടിയാൽ മാത്രമേ ഒരു നോവൽ എന്ത് ചെയ്യുള്ളൂ? മീനിങ് ഫുൾ ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ സെറ്റിങ്സ്, പ്ലോട്ട്, ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് സെറ്റിങ്സ് എന്ന് നോക്കാം. വാട്ട് ഈസ് സെറ്റിങ്സ്? ഓക്കെ, എന്താണ് സെറ്റിങ്സ്? സെറ്റിങ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി നടക്കുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം, ടൈം ആൻഡ് പ്ലേസ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സെറ്റിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നോവലിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ്, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നുണ്ട്. ഈ ഒരു സെറ്റിങ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്റ്റോറി നടക്കുന്നത് ഒരു ഡാർക്ക് ഫോറസ്റ്റിലാണ് നമ്മുടെ കഥ നടക്കുന്നതെങ്കിൽ അവിടെ ഒരു ഫ്യൂർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഒരു സെറ്റിങ്സ്. അപ്പോൾ ഒരു ഡാർക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റിങ്സിൽ കഥ നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫ്യൂർ ആളുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നത്. അങ്ങനെ സെറ്റിങ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെറ്റിങ്സ് ഒരു നോവലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റിങ്സ് സഹായിക്കുന്നുണ്ട്. ഈ ഒരു സെറ്റിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബിഹേവിയറിൽ, ആറ്റിറ്റ്യൂഡിൽ, ഇമോഷൻസിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റിങ്സിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കഥ നടക്കുന്നത് ഒരു വാർ പ്ലേസിലാണെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു എന്ത് ചെയ്യും? ഒരു ഫിയറും ടെൻഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവും അല്ലേ? അല്ലാതെ ഒരു വില്ലേജിലൊരു ആണ് നമ്മുടെ കഥ നടക്കുന്നത്, അതൊരു ഭയങ്കരമായിട്ടുള്ള പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ആളുകൾക്കിടയിൽ ഭയങ്കര ഒരു ഹാപ്പി എന്താണ് പീസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റിങ്സിന് എന്തും കൂടെ സാധിക്കുന്നുണ്ട്? ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയറിലും ഈ ഒരു ഇമോഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ? ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ പറഞ്ഞു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ നടക്കുന്ന ടൈമിനും പ്ലേസിലാണോ നമ്മൾ സെറ്റിങ്സ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ് ഈ ടൈം സെറ്റിംഗ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു സ്റ്റോറി നടക്കുന്നത് എന്താണ്? ഒരു വിൻ്റർ സീസണിലാണ് കഥ നടക്കുന്നതെങ്കിൽ ആ ഒരു വിൻ്റർ സീസൺ ആയിരിക്കും നമ്മുടെ സ്റ്റോറിയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു രാത്രിയാണ് നമ്മൾ സ്റ്റോറി നടക്കുന്നതെങ്കിൽ ആ ഒരു നൈറ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ സ്റ്റോറിയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു 18th സെഞ്ചുറി നടക്കുന്ന കഥയാണെങ്കിൽ എന്താണ്? ആ ഒരു 18th സെഞ്ചുറി ആയിരിക്കും, ആ ഒരു ഇയർ ആയിരിക്കും നമ്മുടെ കഥയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് പ്ലേ സെറ്റിങ്സിലേക്ക് വരുമ്പോൾ, പ്ലേ സെറ്റിങ്സ് നമ്മുടെ സ്റ്റോറി നടക്കുന്നത് അങ്ങ് ലണ്ടനിലാണെങ്കിൽ അത് ലണ്ടൻ ആയിരിക്കും നമ്മുടെ സ്റ്റോറിയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു വില്ലേജിലാണ് നമ്മുടെ സ്റ്റോറി നടക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മുടെ സ്റ്റോറിയുടെ സെറ്റിങ്സ്.
ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹാരി പോട്ടർ നമുക്ക് എല്ലാവർക്കും എന്താണ് ഭയങ്കര പരിചയമുള്ളൊരു നോവലാണ് അല്ലേ. അതിൽ ഹോഗ്വാർഡ് സ്കൂളാണ് നമ്മുടെ കഥയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹോഗ്വാർഡ് സ്കൂൾ ശരിക്കും ഉള്ള ഒരു സ്ഥലമല്ല, ഓതർ തൻ്റെ ഇമാജിനേഷനിൽ നിന്ന് ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. അപ്പോൾ ഹോഗ്വാർഡ് സ്കൂൾ എന്ന് പറയുന്നത്, അപ്പോൾ ഇതുപോലത്തെ ഫാൻറ്റസി നോവൽസൊക്കെ ഓതേഴ്സ് എന്ത് ചെയ്യും, സ്വന്തമായിട്ടൊരു പ്ലേസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എന്താണ് ഓതേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഇമാജിനേഷനിൽ നിന്ന് സ്ഥലങ്ങൾ എന്ത് ചെയ്യും, സെറ്റിങ്സ് എന്ത് ചെയ്യും, ഉണ്ടാക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റിങ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് എലമെന്റ് നോക്കി. നെക്സ്റ്റ് ആണ് എന്താണ് പ്ലോട്ട്. എന്താണ് പ്ലോട്ട്? പ്ലോട്ട് ഇസ് സീക്വൻസ് ഓഫ് ഇവന്റ് സ്റ്റോറി അല്ലേ. ഒരു സ്റ്റോറി നമുക്ക് എന്താണ് ഒരു സ്റ്റോറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അത് എന്ത് ചെയ്യണം, അതായത് ഒരു ഓർഡറിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു എങ്ങനെയാണ് സ്റ്റോറി ഉണ്ടായത്, അതായത് ഓരോ ഇവന്റുകൾ അല്ലേ. ഇപ്പോൾ എന്താണ് ഒരു സ്റ്റോറിക്ക് എന്തുണ്ടാകും, ഒരു ബിഗിനിങ് ഉണ്ടാവും, ഒരു സ്റ്റോറി നടന്ന ഒരു ബിഗിനിങ് ഉണ്ടാവും അല്ലേ. ആ ഒരു ബിഗിനിങ്, പിന്നീട് അതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ, കോൺഫ്ലിക്ട്സ്, പിന്നീട് അതിനൊരു ക്ലൈമാക്സ് ഉണ്ടാകും, പിന്നീട് അതിനൊരു എൻഡിങ്, ഇങ്ങനെ ഒരു ഓർഡറിലാണല്ലേ കഥ പോവുക. അപ്പോൾ ഇതിലാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലോട്ട് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഥ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നോവലിൻ്റെ ഒരു മെയിൻ സ്ട്രക്ചർ, ബാക്ക് ബോൺ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ടിന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു പ്ലോട്ടാണ് നമ്മുടെ റീഡേഴ്സിനിടയിൽ എന്ത് ചെയ്യുന്നത്, അവരുടെ റീഡേഴ്സിനിടയിൽ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യും, എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട്. അവർക്കൊരു സ്റ്റോറിയിൽ ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ഈ പ്ലോട്ട് നന്നായിരുന്നാൽ മാത്രമേ ആളുകൾക്ക് ഈ ഒരു സ്റ്റോറി വായിക്കാനുള്ള ഇൻട്രസ്റ്റ് വരുള്ളൂ. ഓക്കെ.